ആദ്യത്തെ 3D മൂവി ഒരു പരാജയമായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൈലന്റ് ഫിലിംസിൽ നിന്ന് മാറി ആദ്യം ശബ്ദം വന്നു. അതിൽ തന്നെ ലൈവ് സൗണ്ട് ആദ്യവും റെക്കോർഡ് ചെയ്ത് സിങ്ക് ചെയ്ത് ഡബ് ചെയ്യപ്പെട്ട മൂവീസ് പിന്നീടും വന്നു. പിന്നീട് കളർ ഫിലിം വന്നു. ഇതുപോലെ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്ന സിനിമ ഫീൽഡിൽ ഉണ്ടായ മറ്റൊരു കണ്ടുപിടുത്തമാണ് 3D. 1922 പബ്ലിക്കിന് മുമ്പിൽ ആദ്യമായി പ്രദർശിപ്പിച്ച 3D ഫിലിം പവർ ഓഫ് ലവ് ആയിരുന്നു. ഹാരി ഫെറൽ, റോബർട്ട് എൽഡർ എന്നിവർ കണ്ടുപിടിച്ച ക്യാമറ ഉപയോഗിച്ചാണ് അന്ന് 3D ഫിലിം പ്രദർശിപ്പിച്ചിരുന്നത്. 2 പ്രൊജക്ടറുകൾ ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് പ്രദർശനം നടന്നത്. 2 പ്രൊജക്ടറിൽ നിന്നും വന്ന വിഷ്വൽസ് ഒരേ സ്ക്രീനിൽ കാണിച്ച് ഡെപ്ത് എന്ന ഇലൂഷൻ ഉണ്ടാക്കിയെടുത്ത് കാണികളെ അത്ഭുതപ്പെടുത്തുക എന്നതായിരുന്നു സിനിമയുടെ ഉദ്ദേശം. എന്നാൽ നിർഭാഗ്യവശാൽ വെറും 2 ഷോസ് മാത്രമേ ഈ സിനിമ പ്രദർശിപ്പിച്ചുള്ളൂ. അപ്പോഴേക്കും ഈ സിനിമ മറ്റൊരു ഡിസ്ട്രിബ്യൂട്ടർ വാങ്ങുകയും സിനിമയുടെ ടൈറ്റിൽ ഫോർബിഡൻ ലവർ എന്ന് മാറ്റുകയും ഈ സിനിമ 2Dയിൽ പ്രദർശനം തുടരുകയും ചെയ്തു. ഇന്ന് ഈ സിനിമയുടേതായ യാതൊരു പ്രിന്റും അവശേഷിക്കുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ടു. പവർ ഓഫ് ലവ് എന്ന സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രത്യേകത പറഞ്ഞു തരാം. അന്നത്തെ കാലത്ത് ഈ സിനിമ കാണാൻ ഒരു പ്രത്യേകതരം കണ്ണട ഉണ്ടായിരുന്നു. എന്നാൽ അതല്ല പ്രത്യേകത. ഈ സിനിമയ്ക്ക് 2 ക്ലൈമാക്സ് ഉണ്ടായിരുന്നു. അതുമല്ല പ്രത്യേകത. ഒരു കണ്ണടച്ചാൽ ഒരു ക്ലൈമാക്സ് കാണാം, മറ്റേ കണ്ണടച്ചാൽ മറ്റേ ക്ലൈമാക്സും കാണാം. ഇതുപോലെ ഏത് ക്ലൈമാക്സ് കാണണമെന്ന് പ്രേക്ഷകന് തീരുമാനിക്കാം എന്നതായിരുന്നു ഈ സിനിമയുടെ പ്രത്യേകത. എന്താല്ലേ